ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അറബി നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ കുട്ടി കുട്ടി കാര്യങ്ങൾ, അതായത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യണത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ലേറ്റായിട്ടാണോ ഞാൻ എണീക്കണതെന്ന്. അല്ല കേട്ടോ, ഞാൻ വെളുപ്പിന് 4:30 എണീക്കിടോ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ 4:30 എണീക്കും. നാട്ടിലാകുമ്പോൾ 6:30 എണീക്കണത്. അപ്പോൾ 4:30 എണീക്കാൻ വേണ്ടിയിട്ട് എന്തെന്ന് ചോദിച്ചാൽ 6:45 PR ഡ്യൂട്ടിക്ക് പോകണം. പോകുന്നതിന് മുമ്പ് ഒരു കട്ടനൊക്കെ ഇട്ട് കൊടുത്ത് ആണ് പറഞ്ഞു വിടുന്നത്. പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിടന്നിട്ട് പിന്നെ ചിലപ്പോൾ എണീക്കുന്നത് 8 മണിയാവും, 9 മണിയാവും, ചിലപ്പോൾ 10 മണി വരെ ആവും കേട്ടോ. പിന്നെ എണീറ്റതിന് ശേഷം ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ വെയിലൊക്കെ റൂമിലോട്ട് അടിച്ച് കയറുന്നുണ്ടാവും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 മണിയാകുമ്പോൾ തന്നെ നമ്മളെ നാട്ടിൽ 7 മണീൻ്റെ ഒരു ഫീലാണ്. അതുപോലെ നേരം പരപരാ വെളുത്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, ഞാനിപ്പോൾ അറബി നാട്ടിലാണുള്ളത്, ബഹ്റൈനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ പറയണത്. എണീറ്റ് കഴിഞ്ഞ ഉടനെ കർട്ടനൊക്കെ ഒന്ന് മാറ്റും കേട്ടോ ഞാൻ. കാരണം പുറത്തുള്ള വെളിച്ചമൊക്കെ ഒന്ന് റൂമിലോട്ട് കിടക്കുന്നത്, റൂമൊക്കെ ഒന്ന് പ്രകാശപൂരിതമായി പ്രകാശം പരക്കട്ടെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടും കേട്ടോ. അപ്പോഴാണ് ഒരു മനസ്സിനൊരു കുളിർമ തോന്നുക. പിന്നെ നേരെ ബാത്റൂമിൽ പോയി പ്രഭാത പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ സ്ഥിരം പരിപാടി ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക, ബ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം വെള്ളം കുടിക്കുക. വെള്ളം ഞാൻ രാത്രി എൻ്റെ ബോട്ടിൽ നിറച്ച് വെക്കും കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഒരുപാട് വെള്ളം കുടിക്കും കേട്ടോ ഞാൻ. അങ്ങനെ ആ ബോട്ടിലിൻ്റെ പകുതി വെള്ളം കുടിച്ച് തീർത്തു. പിന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി പെറുക്കി വെച്ചിട്ട് നേരെ കണ്ണാടീൻ്റെ മുമ്പിൽ പോകണം. ബാക്കി പരിപാടികൾ പിന്നെ അവിടെ ചെന്നിട്ട് കേട്ടോ. ബാക്കി പരിപാടി എന്ന് പറയാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാവരും ചെയ്യണ പോലെ രാവിലെ എണീക്കുക, മുഖം വാഷ് ചെയ്യുക, പിന്നെന്താ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, ക്ലെൻസർ ഉപയോഗിക്കുക, പിന്നെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുക. അതൊന്നും ഞാൻ ചെയ്യൂല. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു ഈ ലിപ് ബാമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വാസ്ലീൻ്റെ ബേബി ലിപ് ബാമാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഞാൻ മോയ്സ്ചറൈസറായിട്ട് ആലോവേര ജെല്ലാട്ടോ ഉപയോഗിക്കൽ. ഓർഗാനിക് ആലോവേര ജെല്ലുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടാണ്, ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോണത്. പിന്നെ അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗോതമ്പ് ദോശയാണ്. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ആയിട്ടല്ല, ചിക്കൻ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നത്. അപ്പം തന്നെ പെട്ടെന്ന് പരിപാടി തീർന്നു. ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചിക്കനും ചൂടാക്കി ഒരു കട്ടനും ഇട്ടിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പം ഇനി ഉച്ചക്കത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ കത്രിക്കേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബീട്രൂട്ട് തോരനുള്ളത് അരിഞ്ഞ് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിക്ക് കുറച്ച് തേങ്ങേനേയും കൂടെ ഒതുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങയ്ക്ക് ഞാൻ ജീരകം, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ബീട്രൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് ആവി ഏറി വരുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഉള്ളത് തലേ ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ഉണ്ടെന്ന്, അതിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി കറീൻ്റെ ആവശ്യമില്ല, അത് മതി. അങ്ങനെ നമ്മളെ ബീട്രൂട്ട് തോരന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സമയം 12 മണിയായി. ഇനി ഒന്ന് കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചോറെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വിഭവങ്ങളായ ബീട്രൂട്ട് തോരൻ, ചിക്കന്, പിന്നെ ഞാൻ ചേനയും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് നാട്ടിലുണ്ടാക്കണ പോലെ ഒരു കൂട്ടാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടുണ്ട്. കത്രിക്ക വറുത്തതും കൂട്ടി കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. നല്ല വെയിലാട്ടോ, അതുകൊണ്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.